ഹേ ഓൾ, ഇത് നമ്മൾ റിയാക്റ്റിൽ എങ്ങനെ ഇവന്റ് ഹാൻഡ്ലിംഗ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. ഇവന്റ് ഹാൻഡ്ലിംഗ് മീൻസ് നമ്മളൊരു ബട്ടണോ അല്ലെങ്കിൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്കോ അല്ലെങ്കിൽ ഹോവർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനാണ് നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയാം. സോ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാനൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടൺ എന്നുള്ളൊരു കമ്പോണന്റ് ആണ്. ആൻഡ് ഈ ബട്ടൺ ഒരു ബട്ടൺ എലമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതിലോട്ട് നമ്മൾ ലാബൽ എന്നുള്ളൊരു പ്രോപ്സ് പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രോപ്സ് ആണ് നമ്മൾ ഈ ഒരു എലമെന്റിന്റെ ചൈൽഡ് ആയിട്ട് ഒരു ഇന്നർ HTML ആയിട്ട് കൊടുക്കുന്നത്, ഇന്നർ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു ബട്ടൺ എന്നുള്ള കമ്പോണന്റ് നമ്മൾ app.jsxൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാണ്. ഈ ഒരു ബട്ടൺ നമ്മുടെ വെബിലും വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ജസ്റ്റ് ക്ലിക്ക് ഓൺ മീ എന്നുള്ളൊരു അലേർട്ട് കൊടുക്കണം എന്ന് പറയാണ്. സോ അത് നമ്മൾ HTML എങ്ങനെ ചെയ്യാം? നമ്മൾ നോർമലി ഒരു ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഇവന്റ് ഹാൻഡലർ വെച്ചിട്ടാണ്. സോ അതുപോലെ തന്നെ നമ്മൾ റിയാക്ട്.jsൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഇവന്റ് ഹാൻഡലർ തന്നെ യൂസ് ചെയ്യാം. ബട്ട് അത് നമ്മൾ ക്യാമൽ കേസിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ഓൺ ക്ലിക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഓൺ ക്ലിക്ക് എന്നുള്ളത് ക്യാമൽ കേസിലാണ്. അതായത് സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ ആൻഡ് അതിന്റെ നെക്സ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവണം. ഈ ഒരു ക്യാമൽ കേസിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓൺ ഡബിൾ ക്ലിക്ക് ഇവിടെ കണ്ടോ, ഡബിൾ ക്ലിക്കിന്റെ D ക്യാപിറ്റൽ ആണ് ആൻഡ് C ക്യാപിറ്റൽ ആണ്, O സ്മോൾ ലെറ്റർ ആണ്. സോ അതാണ് ക്യാമൽ കേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, വാട്ട് ഈസ് ക്യാമൽ കേസ് എന്നുള്ളത് ജസ്റ്റ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ ഈ ഒരു ഓൺ ക്ലിക്ക് എന്നുള്ളത് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ അതിലേക്ക് ഒരു ഫംഗ്ഷൻ ആണ് ആക്ച്വലി പാസ് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്, കോൺസ്റ്റ് ഓൺ അലേർട്ട്. അതായത് നമുക്കിതിൽ അലേർട്ട് ആണല്ലോ ചെയ്യേണ്ടത്. ഓൺ അലേർട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അലേർട്ട് ക്ലിക്ക്ഡ് ഓൺ മീ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യല്ലേ? അതായത് നമ്മുടെ ആ ഒരു ബ്രൗസറിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് വരും. ആ അലേർട്ടിൽ ക്ലിക്ക് ഓൺ മീ എന്നുള്ളൊരു മെസ്സേജ് ഉണ്ടാവും. സോ അത് നമ്മൾ ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഓൺ അലേർട്ട് ആൻഡ് ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും, ഞാൻ ഇത് ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ക്ലിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ തന്നെ ഇതിവിടെ ഈ ഒരു ക്ലിക്ക് ഡോൺ മീ എന്നുള്ളൊരു അലേർട്ട് വരുന്നുണ്ട്. ഞാൻ അത് ക്ലോസ് ചെയ്തു, ഞാൻ ഒന്നും കൂടി റീഫ്രഷ് ചെയ്ത് നോക്കി, ക്ലിക്ക് ഡോൺ മീ എന്നുള്ളൊരു അലേർട്ട് വരുന്നുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്, ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. സോ ഈ ഒരു കാര്യമാണ് റിയാക്റ്റിൽ നിങ്ങൾ ഇവന്റ് ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് റിയാക്റ്റിൽ ഇവന്റ് ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു ഫംഗ്ഷൻ ഡയറക്റ്റ്ലി ഇവിടെ കോൾ ചെയ്യാൻ പാടില്ല. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഫംഗ്ഷനിലോട്ട് നമ്മൾ എപ്പോഴും പാസ് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷനാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഓൺ അലേർട്ട് എന്നുള്ളൊരു ഫംഗ്ഷനാണ് പാസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി ഞാൻ റീഫ്രഷ് ചെയ്യാണ്, ഇപ്പോൾ ഒന്നും വരുന്നില്ല. ആൻഡ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു അലേർട്ട് നമ്മൾ പ്രോപ്പർ ആ ഒരു എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഇപ്പോഴാണ് വന്നത്. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിയാക്ട് എപ്പോഴും ഈ ഒരു ഓൺ ക്ലിക്ക് എന്നുള്ള ഒരു പ്രോപ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണ്. ആൻഡ് റിയാക്ട് ആ ഒരു ഫംഗ്ഷൻ റിമെമ്പർ ചെയ്യും. ആൻഡ് വൺസ് ഈ യൂസർ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ റിയാക്ട് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുള്ളൂ. സോ നമ്മൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ആ യൂസർ എപ്പോഴാണ് ആ ഒരു ബട്ടണിൽ ആ ഒരു ക്ലിക്ക് ഇൻട്രാക്ഷൻ വരുന്നത്, അപ്പോൾ റിയാക്ട് ചെയ്ത് കോൾ ചെയ്യും. സോ നമ്മളിത് ജസ്റ്റ് പാസ് ചെയ്താൽ മാത്രം മതി. സോ ഇതാണ് നിങ്ങൾ റിയാക്റ്റിൽ ഈ ഒരു ഇവന്റ് ഹാൻഡ്ലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആൻഡ് ഇതിന് പകരം വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അലേർട്ട് വിളിക്കാൻ പാടില്ല, നമ്മളതൊരു ഫംഗ്ഷൻ ആക്കി എഴുതണം. ഓക്കെ, ഞാനിവിടെ ഒരു ആരോ ഫംഗ്ഷൻ ആക്കി എഴുതാണ്, അലേർട്ട് ഇൻലൈൻ കൊടുക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്ത സെയിം ബിഹേവിയർ തന്നെ. ഇതേപോലെ ആരോ ഫംഗ്ഷൻ അല്ലാതെ എനിക്ക് നോർമൽ ഫംഗ്ഷൻ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഫംഗ്ഷൻ ഓക്കെ, ഞാനിവിടെ നോർമൽ ഫംഗ്ഷനിലാണ് ഇൻലൈൻ കൊടുത്തത്. ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇൻലൈൻ 1 കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻലൈൻ 1 എന്നിട്ട് ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ബിഹേവിയർ തന്നെയാണ്. അതായത് നമുക്ക് നോർമലി ഇതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറ്റും, പുറത്തുനിന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഫംഗ്ഷൻ ഒരിക്കലും നമ്മൾ കോൾ ചെയ്യാൻ പാടില്ല, ആ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാനേ പാടുള്ളൂ. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഞാൻ ഇനി ഇതിൽ ഈ ഒരു ഓൺ അലേർട്ട്, നമ്മുടെ ആ ഒരു ഓൺ അലേർട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാണ്. ആൻഡ് നത്തിങ് ഡിഫറെൻറ്റ്. ആൻഡ് ഇനി ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഒരു ഇവന്റ് ഹാൻഡ്ലിംഗ് ചെയ്യുന്ന ഫംഗ്ഷനിൽ നമുക്ക് ഫസ്റ്റ് ഒരു ആർഗ്യുമെന്റ് കിട്ടും. ഈ ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എലമെന്റിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നമുക്ക് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് ജസ്റ്റ് കൺസോൾ ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ഇവന്റ്, ഞാൻ ആ ഇവന്റ് ജസ്റ്റ് കൺസോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനിത് ജസ്റ്റ് റീഫ്രഷ് ചെയ്യാണ് സ്ക്രീന്. ആൻഡ് ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു ഇവന്റ് വന്നിട്ടുണ്ട്. ആൻഡ് ആ ഇവന്റിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊരു ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഇന്നർ HTML, ഇന്നർ ടെക്സ്റ്റ്, അതിൻ്റെ ക്ലൈൻറ്റ് ടെക്സ്റ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. സോ ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇന്നർ HTML കാണിച്ചു തരാം. ഇന്നർ ടെക്സ്റ്റ് കണ്ടോ, ഇവിടെ ക്ലിക്ക് മീ എന്നുള്ളത് ഇന്നർ ടെക്സ്റ്റ്. എനിക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്താ ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് ഇന്നർ ടെക്സ്റ്റ്. സോ ഇത് ഞാൻ ആൾട്ടർ ചെയ്യാണ്, ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു ക്ലിക്ക് എന്ന് കൊടുക്കുകയാണ്. സോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അത് റീഫ്രഷ് ചെയ്തു. എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് വരും.
അതേപോലെ തന്നെ ഈ ഒരു ബട്ടൻ്റെ ടെക്സ്റ്റും ചേഞ്ച് ആവണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു അലേർട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റും ചേഞ്ച് ആയി. അതായത് നമുക്ക് ഇങ്ങനെ ഡോം മാനിപ്പുലേഷൻസും ആ ഒരു ഇവന്റ് വെച്ചിട്ട്, ആ ഒരു ഇവന്റ് ക്യാപ്ചർ ചെയ്ത ഇവന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇനി ഫൈനലി എനിക്ക് ഇവന്റ് ഹാൻഡ്ലേഴ്സിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവന്റ് ഹാൻഡ്ലേഴ്സ് ഈ ആപ്പ് ഫയലിൽ നിന്ന് പ്രോപ്സ് വഴിയും പാസ് ചെയ്യാൻ പറ്റും. സോ അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഓൺ അലേർട്ട് എന്നുള്ള ഇവന്റ് ഞാൻ ഇവിടെ കൊണ്ടുപോയി app.jsxൽ പ്രോപ്സ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആക്കി കൊടുക്കുകയാണ്. ആൻഡ് ഞാൻ ഇവിടെ ഓൺ അലേർട്ട് എന്നുള്ള ഒരു പ്രോപ്സ് കൊടുക്കുകയാണ്. ആൻഡ് ആ ഒരു പ്രോപ്സിൽ ഈ ഓൺ അലേർട്ട് ഞാനിവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ ഇവിടെ ഓൺ അലേർട്ട് ബട്ടൺ എന്നുള്ള ഒരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഓൺ അലേർട്ടായി നിങ്ങൾക്ക് മേ ബി ഒരു ഡൗട്ട് വരും. സോ ഞാൻ ഈ ഓൺ അലേർട്ട് ബട്ടൺ എന്നുള്ളൊരു ഫംഗ്ഷൻ ബട്ടൺ എന്നുള്ള ഒരു കമ്പോണന്റിലോട്ട് ഒരു പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ഓൺ അലേർട്ട് എന്നുള്ളൊരു പ്രോപ്പാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഇവിടെ ഉള്ള ഈ പ്രോപ്സിലുള്ള ഓൺ അലേർട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ ചെയ്ത സെയിം ബിഹേവിയർ തന്നെയാണ്, കാരണം സെയിം ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ ആ ഒരു പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്ത ഒരു ഫംഗ്ഷനും എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഇവന്റ് ഹാൻഡ്ലേഴ്സിനെ കുറിച്ച് പറയാനുള്ളൂ. ആൻഡ് ഇനി ഒരുപാട് ഇവന്റ് ഹാൻഡ്ലേഴ്സ് ഉണ്ട്. നിങ്ങൾ ഈ ആ ഒരു ഇവന്റ് ഹാൻഡ്ലേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.